AP അനിൽകുമാറിന് വൈദ്യുതിക്ക് പുറമെ സ്പോർട്സ് പാർലമെന്ററി കാര്യ വകുപ്പുകൾ കൂടി നൽകും. ഫിഷറീസ് വകുപ്പ് ലീഗിന് തന്നെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പകരമായി ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകും. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, അപ്പോഴും അനിൽകുമാറിന്റെ പരാതി അതവിടെ നിലനിൽക്കും. അദ്ദേഹത്തിന് ഇത്ര സീനിയറായിട്ടും പ്രധാനപ്പെട്ട വകുപ്പുകളില്ല. മറ്റൊന്ന് ഫിഷറീസിന്റെ കാര്യത്തിൽ അത് ലീഗിന് നൽകുകയാണെങ്കിൽ ലത്തീൻ സഭയുടെ പരാതി 2004-2006 കാലത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും 2011-16 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അംഗമായിരുന്ന ആളാണ് AP അനിൽകുമാർ. അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വകുപ്പ് വൈദ്യുതി വകുപ്പ് മാത്രമാണ്. അദ്ദേഹത്തിന് മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പ് കൂടി നൽകണമെന്നുള്ള ആവശ്യമുണ്ടെങ്കിലും ഇപ്പോൾ പരിഗണിക്കുന്നത് പാർലമെന്ററി കാര്യ സ്പോർട്സ് വകുപ്പുകൾ മാത്രമാണ്. താരതമ്യേന വളരെ ചെറിയ വകുപ്പുകളാണ് ഈ സ്പോർട്സും പാർലമെന്ററി കാര്യവും. അത് നൽകുന്നതിനോടുള്ള എതിർപ്പ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്കും അദ്ദേഹത്തിനൊക്കെ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. AP അനിൽകുമാറിന് ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് വകുപ്പുകൾക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം തുടരുകയാണ്. എന്നാൽ ഇതിനിടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുത്തതിന് പകരമായി മുസ്ലിം ലീഗിന് തന്നെ ഫിഷറീസ് വകുപ്പ് നൽകാനുള്ള തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വത്തിലും മുഖ്യമന്ത്രി തലത്തിലുമുള്ളത്. അതിനും ശക്തമായ എതിർപ്പ് കോൺഗ്രസിനകത്തുണ്ട്. ലത്തീൻ കത്തോലിക്ക സഭയടക്കമുള്ളവർ ശക്തമായ സമ്മർദ്ദം ചെലുത്തെങ്കിലും ഇപ്പോഴും ഫിഷറീസ് വകുപ്പ് ലീഗിന് തന്നെ നൽകണമെന്നുള്ള ധാരണയാണ് പൊതുവിലുണ്ടായിരിക്കുന്നത്. അതാണ് AP അനിൽകുമാറിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന വകുപ്പിന് പുറമെ സ്പോർട്സ് പാർലമെന്ററി കാര്യം കൂടി നൽകുക, വൈദ്യുതി വകുപ്പിന് പുറമെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് എന്നതാണ്. ഒപ്പം തന്നെ ഫിഷറീസ് അത് ലീഗിന് നൽകാൻ തീരുമാനമായിരിക്കുന്നു. പകരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കും. അപ്പോൾ ലത്തീൻ സഭ വലിയ ആശങ്ക ഉന്നയിച്ചിട്ടുള്ളതാണ്. പരാതി അറിയിച്ചിട്ടുള്ള വിഷയമാണ്. മുഖ്യമന്ത്രി നേരിട്ട് ഇന്നലെ സഭ ആസ്ഥാനത്തെത്തിയതാണ്. അതിലൊന്നും പ്രശ്ന പരിഹാരമാകുന്നില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.